സ്ട്രെസ്, വറി, ആങ്സൈറ്റി, ഗ്ലൂം, പാനിക്, ഓവർ കൺസേൺ, പിരിമുറുക്കം, വിചാരഭാരം, ഉത്കണ്ഠ, വിഷാദം, പരിഭ്രാന്തി, അനാവശ്യ വിചാരങ്ങൾ, ഇങ്ങനെ പരസ്പര സാമ്യമുള്ള പല വിഷയങ്ങളുടെ പരിഹാരം ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട് വാഗ്ദത്തങ്ങളായി. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ഒരു വാഗ്ദത്തം ധ്യാനിക്കാൻ ആഗ്രഹിക്കുക. ബൈബിളിൽ നൽകിയ പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ, ചിലതിന് അധിക വിശദീകരണങ്ങൾ വേണ്ട, എന്നാൽ ചിലതിന് വിശദീകരണങ്ങൾ വേണം. ശരിയായ അർത്ഥം മനസ്സിലാകണം. കാരണം വാഗ്ദത്തങ്ങൾ പഠിക്കാനല്ല, അത് ജീവിതത്തിൽ പ്രാപിക്കണം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6 and 7, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ബട്ട്, അടുത്തത് ശ്രദ്ധിക്കുക, മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തിട്ടില്ല. ബട്ട്, എന്നാൽ, ഇൻ എവ്രിതിങ് ബൈ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ ടു ഗോഡ്. എല്ലാറ്റിലും, എന്നാൽ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ആൻഡ് ദ പീസ് ഓഫ് ഗോഡ്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, ദ പീസ് ഓഫ് ഗോഡ് വിച്ച് സർപാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിംഗ് വിൽ ഗാർഡ് യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഒരു കഥയാണ്. ഒരു ഹൈ BP ഉള്ള ഒരു മനുഷ്യൻ, മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി, പിരിമുറുക്കക്കാരനാണ്, ഭയങ്കര ടെൻഷനാണ്. അദ്ദേഹം ഒരിക്കൽ തീരുമാനിച്ചു, ഇങ്ങനെ പോയാൽ ഞാനൊരു രോഗിയായിത്തീരും. സോ ഐ വിൽ അപ്പോയിന്റ് സംവൺ ടു ഡു ഓൾ മൈ വറീസ്. ഞാനൊരു പിരിമുറുക്ക തൊഴിലാളിയെ അപ്പോയിന്റ് ചെയ്യുക. അവൻ നല്ല ശമ്പളം കൊടുക്കും. അവന് എനിക്ക് വേണ്ടി വിചാരപ്പെടുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യും. 1 lakh rupees സാലറി പെർ മന്ത്, ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. എൻ്റെ കൂടെ നടന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒക്കെ ഭാരം വരുമ്പോൾ അവൻ ടെൻഷൻ അടിക്കും. അയ്യോ, എന്തു ചെയ്യും, കൈയൊക്കെ കൂട്ടിത്തിരുമ്മി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയല്ലോ, ഞാൻ എന്തു ചെയ്യും. അവൻ്റെ പണിയാണ്. ഞാൻ വിസിലിംഗ് ആൻഡ് സിംഗിങ്, ടെൻഷൻ ഇല്ലാതെ അങ്ങനെ ജീവിക്കും. അപ്പം അങ്ങനെ ഒരാളെ അപ്പോയിന്റ് ചെയ്തു. ആദ്യത്തെ മാസത്തെ ശമ്പളം കൊടുക്കേണ്ട സമയമായപ്പോൾ അപ്പോയിന്റ് ചെയ്യപ്പെട്ട പിരിമുറുക്ക തൊഴിലാളി ചോദിക്കുക, സർ, നിങ്ങൾ 1 ലക്ഷം രൂപ ശമ്പളം തരാമെന്നല്ലേ പറഞ്ഞ്? അതെ, പക്ഷേ നിങ്ങളുടെ ശമ്പളം 80,000 രൂപയേ ഉള്ളല്ലോ. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് നോട്ട് മൈ വറി, ഇറ്റ് ഈസ് യുവർ വറി. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യേണ്ട നീയാ. എവിടുന്ന് പൈസ കൊടുക്കും, എപ്പോൾ കൊടുക്കും? യു ഹാവ് ടു വറി. കഥയാണേലും അതിനകത്തൊരു കാര്യമുണ്ട്. യു ക്യാൻ ഹാൻഡ് ഓവർ യുവർ വറീസ് ആൻഡ് ആങ്സൈറ്റീസ്. നിങ്ങളുടെ ഭാരങ്ങളെ, ചിന്താഭാരങ്ങളെ മറ്റൊരാളെ ഏൽപ്പിക്കാൻ സാധിക്കും. അതിനുള്ള നിബന്ധനകളും വാഗ്ദത്തങ്ങളും വേദപുസ്തകത്തിലുണ്ട്. യുവർ കൺസേൺ ഈസ് ഹിസ് കൺസേൺ. യുവർ കൺസേൺ, അത് ദൈവം അതിനെക്കുറിച്ച് വിചാരപ്പെടുന്നുണ്ട്. പക്ഷെ ഏൽപ്പിക്കണം, അത് മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓവർകം ആങ്സൈറ്റി. ഹാനികരമായ ആകുല ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങളുടെ ചിന്തകൾ റിഗാർഡിംഗ് കരിയർ, ജനറേഷൻസ്, ഫിനാൻസസ്, ഫ്യൂച്ചർ, ഹെൽത്ത്, സറൗണ്ടിങ്സ് ആൻഡ് റിലേഷണൽ ഇഷ്യൂസ്, നിങ്ങളുടെ തൊഴിൽ, തലമുറകളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, സാമ്പത്തികം, ഭാവിയെക്കുറിച്ചുള്ള ഭാരങ്ങൾ, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷൻസ്, ചുറ്റുപാടുകൾ, ബന്ധങ്ങൾ, ഏതുമാകട്ടെ. ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 6 and 7, 6-7 വാക്യങ്ങൾ. വി എൻറ്റർ ദിസ് പാസേജ് ഇൻ ആങ്സൈറ്റി ബട്ട് വി എക്സിറ്റ് ദ പാസേജ് ഇൻ പീസ്. അതാണ് ഈ വാക്യത്തിന്റെ പ്രത്യേകത. വിചാരഭാരത്തോടെ തുടങ്ങി ദിവ്യ സമാധാനത്തിൽ ചെന്നെത്തുക. ആ രണ്ടും ഒരു വാക്യമായിട്ടൊന്ന് ചിന്തിക്കണേ. 6-7 വാക്യങ്ങൾ. ബിറ്റ്വീൻ ആങ്സൈറ്റി ആൻഡ് പീസ്, വാട്ട്? പ്രയർ. അങ്ങനെ അതിൻ്റെ പോക്ക്. ആങ്സൈറ്റി, വിചാരഭാരമുണ്ട്, അവിടുന്ന് പ്രയർ, സപ്ലിക്കേഷൻ, താങ്ക്സ് ഗിവിംഗ്, റിക്വസ്റ്റ് ആൻഡ് ദെൻ പീസ്. വിചാരഭാരത്തിൽ നിന്ന് പ്രാർത്ഥനയിലേക്ക്, അപേക്ഷ, സ്തോത്രം, ആവശ്യം, പിന്നെ സമാധാനത്തിലേക്ക്. ദാറ്റ് ഈസ് ദ പ്രോസസ്. ആ വാഗ്ദത്തത്തിൻ്റെ സഞ്ചാരം ഒന്ന് മനസ്സിലാക്കണം. 6-ാം വാക്യത്തിലെ ആങ്ഷ്യസ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ആ പദം, അതിൻ്റെ ആ മൂലഭാഷയിലെ ആ ഗ്രീക്ക് വേർഡ്, അതിൻ്റെ ഒരു അർത്ഥം അറിയണം. എല്ലാ വാഗ്ദത്തങ്ങളിലെയും എല്ലാ മൂലപദമൊന്നും അറിയേണ്ട കാര്യമില്ല, പക്ഷേ ഇത് അറിയുന്നത് നല്ലതാണ്.
ആങ്ഷ്യസ് എന്നതിന് ആ മൂലപദം മെരിംനാവോ. പുതിയ നിയമത്തിൽ 19 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കിന് പ്രാധാന്യമുണ്ട്. മെരിംനാവോ 17 വാക്യങ്ങളിലായി 19 പ്രാവശ്യം പുതിയ നിയമത്തിൽ. ഇംഗ്ലീഷിൽ അതിന് വറി, ആങ്ഷ്യസ്, കെയർ എന്നൊക്കെയാണ് ആ വാക്യങ്ങളിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത്. മെരിംനാവോ ആ പദം യേശു കർത്താവ് ഉപയോഗിച്ചു. ലൂക്കോസ് 10:41, ലൂക്ക് ചാപ്റ്റർ 10:41, മാർത്ത യു ആർ വറീഡ്, മെരിംനാവോ എന്ന പദമാണ്. ആൻഡ് ട്രബിൾഡ് അബൌട്ട് മെനി തിങ്സ്, നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. പൗലോസ് ആ പദം ഉപയോഗിച്ചു. 1 Corinthians chapter 7:32, 7:32, 1 കൊരിന്ത്യർ, നിങ്ങൾ ചിന്താകുലം, മെരിംനാവോ, ചിന്താകുലം ഇല്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഐ വോണ്ട് യു ടു ബി വിത്തൗട്ട് കെയർ. അപ്പൊ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആങ്ഷ്യസ് അല്ലെങ്കിൽ കെയർ അല്ലെങ്കിൽ വറി എന്ന് മാത്രമല്ല, വെറുതെ അങ്ങനെ ഒരു അർത്ഥമല്ല മെരിംനാവോ എന്ന മൂലപദത്തിന്. അത് വന്നത് 2 വാക്കുകളുടെ ഒരു സമ്മേളനത്തിൽ നിന്നാണ്. 2 Greek words blended together. മെരിറ്റ്സോ എന്നൊരു പദവും നാവോസ് എന്ന വേറൊരു പദവും. മെരിറ്റ്സോ എന്ന പദത്തിന്റെ അർത്ഥം ടിയർ ഓർ സെപ്പറേറ്റ് ഓർ ഡിവൈഡ്, പിളരുക, വേർപെടുക. മെരിറ്റ്സോ. നാവോസ് എന്നാൽ മനസ്സ്, മൈൻഡ്. യുവർ മൈൻഡ് ഗെറ്റ്സ് ഡിവൈഡഡ്, അതാണ് അതിന്റെ അർത്ഥം. Your mind gets divided between legitimate thoughts and destructive thoughts. ഒരു മാനസിക ഭിന്നത എന്ന അർത്ഥത്തിലാണ് അവിടെ. മനസ്സിൽ ഉചിതമായ ചിന്തകളും അതേസമയം വിരുദ്ധവും നാശകരവുമായ ചിന്തകളും സജീവമാകുക. ഒടുവിൽ വിരുദ്ധ ചിന്ത കീഴടക്കുമ്പോൾ ജീവിതം മനസ്സങ്ങ് തകരുക, മാനസിക പീഡ. ടിയറിംഗ് ഇൻവോൾവ്സ് പെയിൻ. പിളരുക എന്നതിൽ ഒരു വേദനയും ഒരു വല്ലാത്ത യാതനയും ചിന്തായാതനയും ഒക്കെ ഉണ്ടല്ലോ. ഒരു ജഗ്ഗിനകത്ത് പ്യുവർ മിൽക്ക്, പകുതി ശുദ്ധമായ പാലാണ് എന്ന് സങ്കല്പിക്കുക. അതിനകത്ത് ഇഫ് യു ആഡ് ഗാർബേജ് വാട്ടർ, അത് മുഴുവനും മലിനമായില്ലേ? അതുപോലെ നമ്മുടെ ചിന്തകളിൽ നമുക്കറിയാം, നല്ല ചിന്തകളുണ്ട്, കർത്താവ് നോക്കിക്കൊള്ളും, കർത്താവ് ഇതുവരെ നടത്തിയില്ലേ, ദൈവ വാഗ്ദത്തങ്ങൾ എനിക്കുള്ളതല്ലേ, അവൻ സൗഖ്യമാക്കും, അവൻ നടത്തും, അവൻ നൽകും. ഇതെല്ലാം അറിയാമെങ്കിൽ തന്നെ ആ ചിന്തകളോട് കൂടെ നശിക്കും കേട്ടോ. അപകടം വരാൻ സാധ്യതയുണ്ട്. അപമാനിക്കപ്പെടും, വഞ്ചിക്കപ്പെടും, ഒറ്റപ്പെടും, തെറ്റിപ്പോകും. ആക്സിഡൻസ്, ലോസ് ആൻഡ് ഹ്യൂമിലിയേഷൻ, ഇങ്ങനെയുള്ള ചിന്തകളും കൂടെ വന്ന് ഒരു മനസ്സിൽ തന്നെ 2 തരം ചിന്തകൾ, വൈരുദ്ധ്യങ്ങൾ ചിന്തയിൽ. അതാണ് യാക്കോബ് പറഞ്ഞല്ലോ, യാക്കോബ് 1:8, ജെയിംസ് ചാപ്റ്റർ 1:8, എ ഡബിൾ മൈൻഡഡ് മാൻ ഈസ് അൺസ്റ്റേബിൾ ഇൻ ഓൾ ഹിസ് വേസ്. മെരിംനാവോ എന്ന പദം അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ആ വാക്യം തീർച്ചയായിട്ടും എഴുതിയത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. നിലനിൽപ്പിന് ഭീഷണിയാണ്. കർത്താവിനെ അറിയാമെങ്കിലും ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഒരു ചിന്താരീതി അവനെ നശിപ്പിക്കും. ചില ദൈവവേലക്കാർ പോലും ഹൈ തിയോളജിയാണ് കയ്യിലിരിക്കുന്നത്, ബട്ട് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻസ് ഓഫ് ആങ്സൈറ്റി, ടെൻഷന്റെ രാജാക്കന്മാരാ. 2023 ഒരു മെന്റൽ ഹെൽത്ത് സർവേയുടെ റിപ്പോർട്ട് ഞാൻ വായിച്ചു. അതിങ്ങനെയാണ്: an average high school student today has the same level of anxiety of a psychiatric patient of 1950s. എത്ര ഭയങ്കരമല്ലേ! 1950കളിലെ ഒരു മാനസിക രോഗിക്കുണ്ടായിരുന്ന പിരിമുറുക്കത്തിന്റെ തുല്യമായ അളവ് ഇന്നത്തെ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിക്കുണ്ട്. ശരിയല്ലേ? CBSEയുടെ ഒക്കെ എടുത്താ പൊങ്ങാത്ത പുസ്തകം ചുമന്നുകൊണ്ട് പിള്ളേര് പോകുന്നത് കണ്ടിട്ടില്ലേ? CBSE അതാ പിള്ളേര് പറയുന്ന ചിന്താഭാരം സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പനെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കണം, അമ്മയെ കൊണ്ട് അസൈൻമെന്റ് എഴുതിക്കണം, പിന്നെ എടുത്താ പൊങ്ങാത്ത ബാഗ് കൊണ്ട് പള്ളിക്കൂടത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പക്ഷേ ചില സാറന്മാര് കാണും ജർമ്മൻ ഷെപ്പേർഡിന്റെ ദേഷ്യമുള്ളതും. ചിന്താഭാരം ചെറിയ പ്രായത്തിലേ. നമ്മൾ ശേഷം മനുഷ്യരെ പോലെയല്ല, വാഗ്ദത്തം പഠിക്കാൻ പോവുക. ഹാവ് ദ ആങ്കർ ഓഫ് ഫെയ്ത്ത്. നെവർ ബി ലോസ്റ്റ് ബൈ ഡ്രിഫ്റ്റിംഗ് ഇൻ ദ സീ ഓഫ് ആങ്സൈറ്റി. ആകുലക്കയങ്ങളിൽ കൈകാലിട്ടടിച്ച് വിഫലമായി പോകേണ്ടതല്ല ഈ ജീവിതം. വിശ്വാസത്തിന്റെ നങ്കൂരമുണ്ട്.
പ്രാർത്ഥനയുടെ ബലമുണ്ട്. വി ആർ ഗോഡ്സ് ചിൽഡ്രൻ. മറ്റുള്ളവരെ പോലെയല്ല. മറ്റുള്ളവർ ചില പ്രശ്നങ്ങളിൽ തകർന്നു പോകുന്നത് അവർക്ക് നോ റൈം, നോ റീസൺ, നോ ഡിസൈൻ, നോ പ്ലാൻ, നോ ഗോഡ്. താളം തെറ്റി അർത്ഥമില്ലാതെ അവര് ദൈവമില്ലാതെ ജീവിക്കുന്നു. നമ്മൾ അങ്ങനെയല്ല. നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന, നമ്മുടെ പ്രാണന്റെ ഉടയവനായ, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ, വഴിയിലെ കുറവ് തീർക്കുന്ന യേശു ക്രിസ്തു ഉണ്ട് നമുക്ക്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഒരു പ്രോബ്ലം ആദ്യം എഴുതി വെച്ചിരിക്കുന്ന പ്രോബ്ലം ഈസ് ആങ്സൈറ്റി. പ്രശ്നം വിചാരഭാരം. അതിന്റെ പ്രിസ്ക്രിപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. പോംവഴി ഒരു കൽപ്പന ഭാഷയിലാണ് തന്നിട്ടുള്ളത്. ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രസന്റ് ആക്റ്റീവ് ഇംപെരേറ്റീവ് ആണ് ആ ഒരു ടെൻസ്. ഒരു കൽപ്പനയാണ്. പൗലോസ് ജയിലിൽ നിന്ന് കൽപ്പിക്കുന്നത് പോലെ, കമാൻഡ് യു ഗോഡ്സ് ചിൽഡ്രൻ സ്റ്റോപ്പ് വറിയിങ്. അതിന്റെ കൃത്യ ഒരു ട്രാൻസ്ലേഷൻ, സ്റ്റോപ്പ് വറിയിങ് ഈവൻ അബൌട്ട് വൺ തിങ്. ഒറ്റ കാര്യം പോലും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. ഇതിനു മുൻപുള്ള ചില എപ്പിസോഡുകളിൽ നാം അത് ചിന്തിച്ചിട്ടുണ്ട്. അനാവശ്യമായ ടെൻഷൻ ആൻഡ് ആങ്സൈറ്റി, ഇറ്റ് വിൽ സർട്ടൻലി ഹാം യുവർ ഫിസിക്കൽ ബോഡി. അത് ശാരീരികമായ അനാരോഗ്യം കൊണ്ടുവരും. റെസ്പിറേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ പൾമിനറി സിസ്റ്റം, കാർഡിയാക് സിസ്റ്റം, ഹോർമോൺ സിസ്റ്റം, ന്യൂറൽ സിസ്റ്റം, അങ്ങനെ ഇറ്റ് വിൽ റൂയിൻ യുവർ ഹെൽത്ത്. നിങ്ങളുടെ ശരീരത്തെ രോഗാതുരമാക്കും. അതൊരു ഭാഗത്ത്. 2, നിങ്ങൾ ആവശ്യമില്ലാതെ ആകുല ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, ഇൻഡയറക്ട്ലി യു ആർ സെയിങ് ഐ ഡോണ്ട് ട്രസ്റ്റ് യു ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പരോക്ഷമായിട്ട് നമ്മൾ പറയാം, യേശു ക്രിസ്തുവിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. യു ആർ എക്സ്പ്രസിങ് യുവർ ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇൻ യുവർ ഗോഡ്. പിശാചിനത് വലിയ ഇഷ്ടം. അതുകൊണ്ടാണ് പിശാച് നിങ്ങളുടെ ആങ്സൈറ്റി, നിങ്ങളുടെ ടെൻഷൻ, നിങ്ങളുടെ പിരിമുറുക്കം കൂട്ടിക്കൂട്ടി തരുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തുടർമാനമായി വിചാരപ്പെടുന്നതിൻ്റെ ഉപകാരമില്ലായ്മ, the uselessness of being tense. Matthew chapter 6 verse 27, 6-27 മത്തായി. And which of you by worrying can add a single cubit to your stature? കർത്താവ് ചോദിക്കുക, വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ നിങ്ങൾക്ക് കഴിയുമോ? What good has worry ever done for you? Worry is like a rocking chair, making lot of movements but not going anywhere. ആടുന്ന ഒരു കസേര പോലെയാണ്. നല്ല മൂവ്മെൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കമൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങും ചെന്നെത്തുകയില്ല. ആങ്സൈറ്റി ഈസ് യൂസ്ലെസ്. വെറുതെയാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്. ഭാരപ്പെടുന്നതുകൊണ്ട് ഒരു മാറ്റവും വരികയില്ല. നിങ്ങൾ ക്ഷീണിക്കും, നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കും, നിങ്ങളുടെ ആശ്രയ ജീവിതം തകരുമെന്നതല്ലാതെ മറ്റൊരു ഉപകാരവും ഇല്ല. അതാണ് ജോൺ മക്കാർദറിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട് ആങ്സൈറ്റി ഈസ് എ ഫിയർഫുൾ മൈൻഡ് punishing you with exaggerations and misconceptions. പെരുപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും നിങ്ങളെ ഭയപ്പെടുത്തിയും ചിന്തകളിലൂടെ പീഡ വരുന്നതാണ് ആങ്സൈറ്റി, ആകുല ചിന്ത. അപ്പോൾ പ്രോബ്ലം ഈസ് ആങ്സൈറ്റി, പ്രിസ്ക്രിപ്ഷൻ ഈസ് ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. അതിൻ്റെ അടുത്ത പടി ആ വാഗ്ദത്തത്തിൽ വായിക്കുന്നത് ഫ്രം പ്രോബ്ലം ടു പ്രിസ്ക്രിപ്ഷൻ, ഫ്രം പ്രിസ്ക്രിപ്ഷൻ ടു പ്രയർ. ഇങ്ങനെയാണ് ആ വാക്യം പോകുന്നത്. പ്രാർത്ഥന. ബട്ട് ഇൻ എവ്രിതിങ്. അവിടെ പ്രത്യേകം ഇംഗ്ലീഷിൽ ഉണ്ട്, മൂലഭാഷയിലുണ്ട് ബട്ട്. എന്നാൽ, എങ്കിലും, ഇൻ എവ്രിതിങ് ബൈ പ്രയർ. എല്ലാറ്റിലും, എന്നാൽ എല്ലാറ്റിലും പ്രാർത്ഥനയാലും. ബട്ട് എന്ന പദം ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് കോൺട്രാസ്റ്റ്. ഒരു തിരുത്തലാണ്. അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിലാണ്. ഇറ്റ് ഈസ് പിവട്ടിങ്. തിരിയുകയാണ്, ചിന്ത തിരിയുകയാണ്. ഡോണ്ട് ഡു ദിസ് ബട്ട് ഡു ദാറ്റ്. ഈ മാറ്റത്തിൽ തന്നെ ഉണ്ടൊരു മറുപടി. ഇൻ ദാറ്റ് കോൺട്രാസ്റ്റ് വി ഫൈൻഡ് ദ സൊല്യൂഷൻ ടു ദാറ്റ് പ്രോബ്ലം. ആ പ്രശ്നം പരിഹരിക്കുക. ബട്ട് ഇഫ് ദ പ്രോബ്ലം ഈസ് ആങ്സൈറ്റി, ദ സൊല്യൂഷൻ ഈസ് റീപ്ലേസ്മെന്റ്. പകരം മറ്റൊന്ന് ചെയ്യണം. God's replacement therapy. Don't do this, but do that. The energy you use to worry, വിചാരപ്പെടുന്നതിന് പകരം, അതിന് കുറച്ച് ഊർജവും സമയമൊക്കെ വേണമല്ലോ, അതിന് പകരം റീഡയറക്റ്റ് യുവർ എനർജി, റീപ്ലേസ് യുവർ ആങ്സൈറ്റി വിത്ത് വാട്ട്? പ്രയർ. ഇതിന് വേദപുസ്തകത്തിൽ മറ്റൊരിടത്ത് വേറൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് ഓൾ യുവർ കെയേഴ്സ്. ഇടുക.
1 പത്രോസ് 5:7, 1 Peter chapter 5 verse 7, casting all your care, marimnao, care, upon him because he cares for you. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇടണം, ചിന്താകുലം ഇടണം. കാസ്റ്റ്. ഇപ്പൊ പരിഹാരം പറയുമ്പോൾ പ്രാർത്ഥന, നമ്മളത് ഏറ്റവും ഒടുവിൽ ചെയ്യുന്നതല്ലേ. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് തിങ് വി ഡു. കാര്യങ്ങൾ വഷളായി എല്ലാം കൈവിട്ടു പോയി, നോ വേ ഔട്ട് എന്നാ പ്രാർത്ഥിച്ചേക്കാം. പക്ഷെ അത് ആദ്യമേ ചെയ്യണം. അങ്ങനെ ഭാരം ഒഴിക്കാനുള്ള ആദ്യ നടപടി പറയുക പ്രാർത്ഥന. ഈ വലിയ സ്കൂൾ ബാഗുമായിട്ട് പിള്ളേർ സ്കൂളിൽ പോകുന്നത് കണ്ടിട്ടില്ലേ? അവര് പക്ഷെ ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും ഈ ബാക്ക് പാക്കുമായിട്ടാണ് ഇരിക്കുന്നത്. ഹി വിൽ കാസ്റ്റ് ഇറ്റ്. അവനത് അഴിച്ച് ആ മൂലക്കോട്ട് കൊണ്ടുവെക്കും. ഭാരം ഒഴിഞ്ഞവനായിട്ടിരിക്കും. ഹി വോണ്ട് വെയർ ദ സ്കൂൾ ബാഗ് വൈൽ ഈറ്റിംഗ് ദ മീൽ. ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്ത് ബാഗ് ഉണ്ടോ? ഇല്ല. ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ്. കാസ്റ്റിംഗ്. അത് പ്രാർത്ഥനയാൽ മാത്രമല്ല കേട്ടോ. 4 വാക്കുകൾ അവിടെ ഉണ്ട്. പ്രയർ, സപ്ലിക്കേഷൻ, താങ്ക്സ് ഗിവിംഗ് ആൻഡ് റിക്വസ്റ്റ്. 4 പദം ആ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന, അപേക്ഷ, സ്തോത്രം, പിന്നെ ആവശ്യങ്ങൾ. പക്ഷെ ഇവിടെ പ്രയർ, പ്രാർത്ഥന എന്ന് പറഞ്ഞത് മൂലഭാഷ പഠിക്കുമ്പോൾ അത് സാധാരണയുള്ള പ്രാർത്ഥനയല്ല. ഇറ്റ് ഈസ് വർഷിപ്പ്. വെൻ യു ആർ ടെംപ്റ്റഡ് ടു വറി, വർഷിപ്പ്. ആകുലപ്പെടാനുള്ള ഒരു സാധ്യതയിൽ നിങ്ങൾ ആരാധിക്കണം. ടെൻഷൻ അടിക്കാതെ കൈയടിക്കണം, ആരാധിക്കണം. വെൻ യു ആർ ബർഡൻഡ്, ബൗ. ഭാരപ്പെട്ടാൽ ദൈവസന്നിധിയിൽ താഴണം. And when you worship, your focus is not on the problem, but on the grace of our sovereign God. Hallelujah. നിന്റെ ശ്രദ്ധ പിന്നെ പ്രശ്നത്തിലേക്കല്ല, നിന്റെ ശ്രദ്ധ ദൈവ കൃപയിലേക്കാണ്. സർവാധീശത്വമുള്ള സർവശക്തന്റെ പക്കലേക്കാണ് നിന്റെ ശ്രദ്ധ. പക്ഷേ ബട്ട് ഡോണ്ട് റഷ് ടു ദ പ്രയർ റൂം ആൻഡ് സ്റ്റാർട്ട് കാസ്റ്റിംഗ്. നേരെ അങ്ങോട്ട് ചെന്നേച്ച് ആവശ്യം വിളിച്ചു പറഞ്ഞേച്ച് ഇറങ്ങിപ്പോരുകയല്ല. ഫസ്റ്റ് റിഗാർഡ് ദ അതോറിറ്റി. അതല്ലേ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ, ഓ ഗോഡ് ഗിവ് മീ മൈ ഡെയിലി ബ്രെഡ്, ആമേൻ. ആഹാരം താ, ആമേൻ. അങ്ങനെയാണോ പഠിപ്പിച്ചത്? അല്ല. അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ, ഹാലോഡ് ബി ദൈ നെയിം, ദൈ കിങ്ഡം കം, ദൈ വിൽ ബി ഡൺ. ഇതെല്ലാം എന്തുവാ? ആരാധനയാ. ഓണറിങ് ഗോഡ്, വർഷിപ്പിംഗ് ഹിം. അതിനുശേഷമാണ് ഗിവ് അസ് അവർ ഡെയിലി ബ്രെഡ്, അന്നുള്ള അപ്പം തരാൻ ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് പ്രാർത്ഥന, അതിന് വർഷിപ്പ്, ആരാധന എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. വർഷിപ്പ് ആൻഡ് വറി വിൽ നോട്ട് കോ എക്സിസ്റ്റ്. ആരാധനയും ആകുല ചിന്തയും ഒരുമിച്ച് ഒരു മനസ്സിൽ പോവുകയല്ല. ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഒന്നുണ്ടെങ്കിൽ മറ്റേതില്ല. വെൻ യു വറി, യുവർ വർഷിപ്പിംഗ് ഡിമിനിഷസ്. വെൻ യു വർഷിപ്പ്, യുവർ വറി വാനിഷസ്. നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങളുടെ ആകുല ചിന്ത മാറും. ആകുല ചിന്തയാൽ നിറഞ്ഞൊരു മനസ്സുണ്ടോ? അതിൽ ആരാധനയില്ല. ഒന്ന് പ്രയർ, 2 സപ്ലിക്കേഷൻസ്. അപേക്ഷയാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും. സപ്ലിക്കേഷൻ, അപേക്ഷ എന്നതിൻ്റെ മൂലപദം സ്ട്രോങ് ക്രൈ എന്നൊരു ക്രിയാപദത്തിൽ നിന്ന് വരിക, തീഷ്ണമായ കരച്ചിൽ. ഇമോഷൻസ്, ഒരു വൈകാരികമായ ഒരനുഭവം കൂടെയാണ് ഈ അപേക്ഷ. വെറുതെ കാര്യങ്ങൾ പറയല്ല. ഒരു യങ് മോം, 2 പിള്ളേരുണ്ട്. ആ ഒരു സഹോദരിക്ക് 7 വയസ്സ് 4 വയസ്സ്. കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ സമയം അമ്മ ഇച്ചിരി നേരം വേദപുസ്തകം തുറന്ന് അവിടെ ഇരിക്കും, പ്രാർത്ഥിക്കും. അമ്മയുടെ ക്വയറ്റ് ടൈമാണ്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മമ്മി ഈസ് ഡൂയിങ് ദ ഡിവോഷൻസ്. കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലായി. കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലായി. അമ്മയെ ശല്യം ചെയ്യരുത്, കുറച്ച് സമയം അമ്മ അവിടെ ഇരിക്കുകയാണ്, ഡിവോഷൻസ് ആണ്. അപ്പോൾ ഒരു ഫോൺ, അമ്മ ഇങ്ങനെ വേദപുസ്തകം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ ബെല്ലടിച്ചു. മൂത്ത കുഞ്ഞ് ഓടിച്ചെന്ന് എടുത്തേച്ച് പറഞ്ഞു, സോറി, മൈ മമ്മി ഈസ് ഹാവിങ് ഹെർ ഇമോഷൻസ്. ആ ഒരു വേർഡ്, ചോയ്സ് ഓഫ് ദാറ്റ് വേർഡ് ഈസ് റൈറ്റ്. കുഞ്ഞിന് തെറ്റിയൊന്നും പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം ശരി തന്നെയാണ്. ഉള്ള് തുറക്കുന്ന സമയം, ഷെയറിങ് ഹെർ ഇമോഷൻസ് ആൻഡ് ഇമോഷണൽ വെന്റിലേഷൻ, ദാറ്റ് ഈസ് സപ്ലിക്കേഷൻ. നിങ്ങളുടെ ഉള്ളിൽ ഒന്നും പിടിച്ചു വെക്കാതെ ഏറ്റവും അടുത്ത ബന്ധുവുമായി വൈകാരികമായി ഒരു സംഭാഷണം, ഉള്ളുകൊണ്ട് ഒരു ആശയവിനിമയം, അതാണ് സപ്ലിക്കേഷൻ. അകമഴിഞ്ഞൊരു പങ്കുവയ്ക്കൽ. പ്രയർ, സപ്ലിക്കേഷൻ. 3 താങ്ക്സ് ഗിവിങ്, സ്തോത്രത്തോടെ.
താങ്ക്സ് ഗിവിംഗ് ഈസ് കമ്പൽസറി ഇൻ ദിസ് ഇക്വേഷൻ. പരിഹാരം നൽകുന്ന ഈ സമവാക്യത്തിൽ നന്ദിയുള്ളവരായിരിക്കുക, നന്ദി പറയുക എന്നത് നിർബന്ധമാണ്. തിങ്ക് ആൻഡ് താങ്ക് ഫോർ ദ പാസ്റ്റ് ബ്ലസ്ഡ് ആൻസേഴ്സ്. ഇതുവരെ കിട്ടിയ ആ ഒരു ഉത്തരങ്ങളെയെല്ലാം ഓർത്ത് നന്ദി പറയണം. മാത്രമല്ല താങ്ക് ഇൻ അഡ്വാൻസ് ഫോർ ദ ആൻസേഴ്സ് ടു കം. അവൻ വാക്കുമാറുന്നവനല്ല, അവൻ മറുപടി തരുന്നവൻ തന്നെയാണ്. വരാൻ പോകുന്ന വലിയ ഉത്തരങ്ങൾക്കും വിടുതലിനും തുറന്ന വാതിലുകൾക്കും വിഭവങ്ങൾക്കുമായി മുൻകൂറായിട്ട് അവനോട് നന്ദി പറയണം. അപ്പോൾ പ്രെയർ, സപ്ലിക്കേഷൻ, താങ്ക്സ് ഗിവിംഗ്. 4, ആവശ്യങ്ങൾ അറിയിക്കണം. സ്തോത്രത്തോടെ ആവശ്യങ്ങൾ അറിയിക്കണം. ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി നോൺ ടു ഗോഡ്. ആ പദം ശ്രദ്ധിക്കുക, റിക്വസ്റ്റ്. ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി നോൺ ടു ഗോഡ്. ഇങ്ങനല്ല എഴുതിയിരിക്കുന്നത് ലെറ്റ് യുവർ ഡിമാൻഡ്സ് ബി നോൺ ടു ഗോഡ്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ലെറ്റ് യുവർ ക്ലെയിംസ് ബി നോൺ ടു ഗോഡ്. നിങ്ങളുടെ അവകാശ പ്രകടനമൊന്നുമല്ല, ആവശ്യങ്ങൾ, റിക്വസ്റ്റ്. എന്നാൽ ചിലർ ചോദിക്കും, മത്തായി 6:8, ഗോഡ് നോസ് ബിഫോർ വി ആസ്ക്. ചോദിക്കും മുമ്പേ അറിയുന്ന ഒരു ദൈവമല്ലേ. പക്ഷെ ഒരു നിയമം ഇവിടെ വെച്ചിരിക്കുക. ഇറ്റ് ഈസ് നോട്ട് ഇൻഫോമിങ് ഗോഡ്. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ ഞാൻ ഇങ്ങനെ ഒരു ആവശ്യഭാരത്തിലാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയാം, ഓ നന്നായി, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞ്. അങ്ങനൊന്നുമല്ല, കർത്താവിനറിയാം. ബട്ട് യു ആർ ആർട്ടിക്കുലേറ്റിംഗ് യുവർ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. യു ആർ വോയിസിങ് യുവർ വീക്ക്നെസ്. കർത്താവെ, ഈ ഒരു വിഷയത്തിൽ ഞാൻ നിസ്സഹായനാണ്, നീ എന്നെ സഹായിക്കണം. യു ആർ ഓൾ മൈറ്റി, നിനക്ക് സകലവും കഴിയുമെന്ന ആ ഒരു ഭാവത്തോടെയാണ് ഈ വിഷയങ്ങൾ പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ചൈൽഡ് ആസ്കിങ് ഫാദർ, ഡാഡി ഐ കനോട്ട് ഡു ദിസ്, വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. എനിക്ക് ഈ വിഷയം ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല എൻ്റെ അപ്പ, അവിടുന്ന് എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരാമോ. ആശ്രയഭാവം, അഹംഭാവമല്ല, ആശ്രയഭാവം. From problem to prescription, then prayer, then the promise. The promise, വാഗ്ദത്തം, the peace of God, ദൈവ സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം, the peace of God which surpasses all understanding. ശ്രദ്ധിക്കുക, ഇവിടെ ദൈവ സമാധാനമാണ്, peace of God. Peace with God അത് വേറെയാണ്, ദൈവവുമായിട്ടുള്ള സമാധാനം വേറെയാണ്. When you surrender, കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കീഴടങ്ങുമ്പോൾ പീസ് വിത്ത് ഗോഡ്, ആൻഡ് ദാറ്റ് ഈസ് എ ഫാക്ട്. അതൊരു പരമാർത്ഥമാണ്, പീസ് വിത്ത് ഗോഡ്, ദൈവവുമായി സമാധാനം. പക്ഷെ വെൻ യു പ്രേ, പ്രാർത്ഥിക്കുമ്പോൾ പീസ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് എ ഫീലിംഗ്. പീസ് വിത്ത് ഗോഡ് ഈസ് എ ഫാക്ട്, പീസ് ഓഫ് ഗോഡ് ഈസ് എ ഫീലിംഗ്. അതൊരു അനുഭവമാണ്. എന്താണ് ആ അനുഭവം? ഫീലിംഗ് ഓഫ് സ്ട്രെങ്ത്, ഇന്നർ ഹീലിംഗ് ആൻഡ് കോൺഫിഡൻസ്. ഞാൻ തോൽക്കുകയില്ല, ഞാൻ അതിജീവിക്കും. വലിയൊരു ദീർഘശ്വാസ, മൈ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, അവൻ എല്ലാം നിയന്ത്രിക്കുന്നു എന്നൊരു സമാധാനം. മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുക, ഈ ദൈവ സമാധാനം ദാറ്റ് ട്രസ്പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, സകല ബുദ്ധിയെയും കവിയും. It is above all human intellect. It is above all human conclusion. It is above all human analysis. മനുഷ്യന്റെ എല്ലാ നിഗമനങ്ങളും ബുദ്ധിക്കും അപ്പുറമാണ് ഈ തരുന്ന സമാധാനം. മെഡിക്കൽ റിപ്പോർട്ടിന് അതീതമായി, കുഞ്ഞുങ്ങളുടെ ആൻസർ ഷീറ്റിലുള്ള മാർക്കിനൊക്കെ അതീതമായി, അവരുടെ ക്വാളിഫിക്കേഷനും ആരോഗ്യത്തിനും അതീതമായി, ഏതു വിഷയത്തിനുമേലും ഭരിച്ചു വിടുവിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ ദൈവസമാധാനത്തിനുള്ളത്. പക്ഷെ അവിടെ പറഞ്ഞ ഒരു ക്രിയാപദം ശ്രദ്ധിക്കുക, ഈ ദൈവസമാധാനം കാക്കും, ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. ദിസ് പീസ് വിൽ സ്റ്റാൻഡ് ഗാരിസൺ, സ്റ്റാൻഡ് ലൈക്ക് എ സെൻട്രി ഗാർഡ്, like a soldier with spear, shield and stern look at face. കുന്തവും പരിചയും ഗൗരവവും ഭാവമുള്ള ഒരു പടയാളി കാവൽ നിൽക്കുന്നത് പോലെ ഈ ദൈവ സമാധാനം പിശാചിന്റെ ചിന്തകൾ എൻ്റെ അകമേയുള്ള മനുഷ്യനിലേക്ക്, ചിന്താലോകത്തിലേക്ക്, ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതെ കാക്കും. സോ ദാറ്റ് the mind may not be divided. പീഠാകാരണമായ ഒരു ഭിന്നത എൻ്റെ മനസ്സിൽ വരാതെ കാവലണയ്ക്കും ദൈവ സമാധാനം. അങ്ങനെ ആ വാഗ്ദത്തത്തിൽ എഴുതിയിരിക്കുന്നു. ഹാൻഡ്സ് അപ്പ്, വറീസ് ഡൗൺ. അത്യുന്നതന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക, ആരാധിക്കുക, അനാവശ്യ ആകുല ചിന്തകളിൽ നിന്ന് ജയം പ്രാപിക്കുക. ജോസഫ് സ്ക്രീവൻ എന്ന ആ ഒരു പാട്ടുകാരൻ എഴുതി തന്നില്ലേ, വാട്ട് എ പ്രിവിലേജ് ടു ക്യാരി എവ്രിതിങ് ടു ഗോഡ് ഇൻ പ്രയർ.
എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നീഡ്ലെസ് പെയിൻ, ഡിസ്കറേജ്മെന്റ് ആൻഡ് സോറോസ്, നൊമ്പരങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങളൊക്കെ അദ്ദേഹം പാടിത്തന്നിട്ടില്ല. Oh, what peace we often forfeit. Oh, what needless pain we bear, all because we do not carry everything to God in prayer. പ്രാർത്ഥനയിൽ കൊണ്ടിയല്ലാത്തത് കൊണ്ടല്ലേ അനാവശ്യമായ മാനസിക പീഡകളും പിരിമുറുക്കങ്ങളും. നഷ്ടമാക്കരുതേ ഈ ദിവ്യ സമാധാനം. This peace of God will bless your thoughts in Christ Jesus. ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയൊരു അനുഗ്രഹം ചിന്തകളിലും ജീവിതത്തിലും വന്നു ചേരുവാൻ ഇതിടയാക്കും. ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ we rebuke all fearful imaginations that torment our minds and divide our minds. ഞങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന അനാവശ്യമായ ഭാരങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഫൽസിച്ചകറ്റി. ഹല്ലേലൂയ. We place our anxieties with prayer, supplications, thanksgiving, and we articulate our dependence on our Lord. ഞങ്ങൾക്ക് കർത്താവല്ലാതെ മറ്റൊരാശ്രയവുമില്ല, എന്നാൽ അവൻ ധാരാളം മതി, യേശുക്രിസ്തു ഞങ്ങൾക്ക് ധാരാളം മതി എന്ന് ഞങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്നു. കർത്താവേ, ആമേൻ. ഞങ്ങളുടെ ഭാരങ്ങളെ എക്സ്ചേഞ്ച് ചെയ്യുക with the ways of God. ദൈവ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെയും ബന്ധങ്ങളെയും ചുറ്റുപാടുകളെയും ബാധിച്ച പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളുടെയും മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. We exalt the name of our Lord and Savior Jesus Christ. Amen.